സംസാരിക്കട്ടെ. ഞാനിവിടെ വന്നത് എനിക്ക് വളരെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുകയാണ്. കാരണം നമ്മുടെ ജെയിംസ് ബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞത് ഇതുപോലെ ഇവിടെ ധ്യാനമുണ്ട്, ബ്രദർ വരണമെന്ന്. ജ്ഞാനം വളരെ വലിയ അറിവാണെന്ന് ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലാക്കാനെ കൊണ്ട് സാധിച്ചു. പല ഭവനങ്ങളിലും ഈ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് കുടുംബ വഴക്കുകൾ, ഡൈവേഴ്സ്, ഇറങ്ങിപ്പോക്ക്. ഇതൊക്കെ വളരെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നാൽ എനിക്ക് ചുറ്റുപാടുള്ളവരെയൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളെ ആരാ പോകുന്നത്? എനിക്കറിയത്തില്ല. അപ്പോൾ മോൾ വന്നാൽ അവൾക്ക് വണ്ടി വരും, വണ്ടിയിൽ നിന്ന് നേരെ സ്കൂളിൽ പോകും, വണ്ടിയില്ലെങ്കിൽ സ്കൂളില്ല. ആ ഒരു കണ്ടീഷനാണ്. അവരെ കൂട്ടിലിട്ടേക്കുന്നത് പോലെ കൊണ്ടുപോകുന്നു, പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ജ്ഞാനത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാനോ, ഈ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ മനസ്സിലാക്കും. എൻ്റെ വൈഫുമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം വഴക്കുണ്ടായി. ഈ അരി കളറാണ്, അത് ഞെരടി കഴിയെങ്കിലും പറ്റും. പിന്നെ ഇത് ചമ്പാവരിയാണ്, ഇത് ഇവിടുന്ന് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് കയറി തർക്കിച്ച്. അപ്പോൾ ഞാനത് ചിന്തിച്ചു, അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. ഈ മില്ലിൽ ജോലി ചെയ്യുന്ന പയ്യൻ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു പൊളി ഇങ്ങനെ ഇളക്കിയും വെച്ച് പിന്നെ ഇത് കളറ് ചേർത്ത് ഉണക്കിയിട്ട് പിന്നെ കുത്തുന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അറിവ് എനിക്കുണ്ട്. അപ്പം ജ്ഞാനം നമുക്ക് വലിയ സമ്പത്താണെന്ന് എനിക്കിവിടെ വന്നപ്പോഴേ മനസ്സിലായി. അതുപോലെ തന്നെ ആ കോഴിക്കുഞ്ഞിൻ്റെ കാര്യവും ആ മീൻകറിയുടെ കാര്യവും അത് ഞാൻ വളരെയേറെ ചിന്തിച്ചു. ആ മീൻകറി നമുക്ക് വേണ്ടി ദൈവം ഒരു മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് മറ്റുള്ള മീൻകറിക്ക് വേണ്ടി നമ്മൾ വാഞ്ചിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. അതിൻ്റെ പുറകെ പോകുമ്പോൾ വളരെയേറെ നമ്മൾ കഷ്ടപ്പെടുന്നതായിട്ട്, അതായത് നമ്മുടെ കർത്താവിനെ വിട്ട് നമ്മൾ ദൂരെ പോകുന്ന തന്നെ നമ്മൾ കഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം യൂദാസിനെയും പത്രോസിനെയും ഒക്കെ. പത്രോസ് വിട്ടുപോയപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചപ്പോഴും ഒന്നും കിട്ടിയില്ല. കർത്താവ് അടുത്ത് ചെല്ലുമ്പോഴാണ് വല നിറയെ മീൻ കിട്ടുന്നത്. അത് വലിയൊരു അനുഭവമാണത്. നമ്മുടെ കർത്താവ് ഭയങ്കരമായ ജ്ഞാനമാണ്. കർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര ജ്ഞാനമാണ്. ആ ജ്ഞാനം നമ്മളിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ തന്നെ സങ്കീർത്തനത്തിൽ നമ്മുടെ കർത്താവ് ഒളിച്ചിരിക്കുന്നത്. അത് വളരെ ഒരു അറിവാണ് എനിക്കത് കിട്ടിയത്. സത്യമാണ്, നമ്മളത് ഓടിച്ചു പോകുന്നു. ഞാൻ എപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, നമ്മുടെ വീടിൻ്റെ ഇപ്പം എല്ലാം ടൈൽസൊക്കെ ഇട്ട് എല്ലാം പരിസരമെല്ലാം അങ്ങനെ ആക്കിയെങ്കിലും പഴയ കാലത്തങ്ങളിലെ ചുറ്റുപാടൊക്കെ ഓമ, നമ്മുടെ വാഴക്കൂമ്പ്, മത്ത, ചേമ്പ്, ഈ പിന്നെ എന്താ പറയുന്നത് ചേന, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ തണ്ടൊക്കെ കണ്ടിച്ചുകൊണ്ട് വന്ന് എൻ്റെ അമ്മ കൂട്ടാൻ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ന് പറയും. നമ്മൾ ആ അടുത്തുള്ള ആ ജ്ഞാനത്തെ വിട്ടിട്ട് നമ്മൾ വെളിയിൽ നിന്ന് പോയി വിഷം വാങ്ങിച്ച് തിന്നുമ്പോഴത്തേക്കും രോഗങ്ങൾ വരിക എന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിനകത്തിരിക്കുന്ന ഈ ജ്ഞാനത്തെ നമ്മളങ്ങ് മറന്നു പോവുക. എന്നിട്ട് നമ്മൾ പോവുക ഡബിൾ MA ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഒരിക്കലും എൻ്റെ ഒരു കൂട്ടുകാരനെ ജോലിയില്ലാതെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാത്തവന് ബിസിനസ്സിലൊക്കെ റബ്ബറിലൊക്കെ നല്ല ബിസിനസ്സൊക്കെ ആയി അവൻ കാശുമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒന്നും ആയില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിൽ ഓടി വന്നു. ഈ ജ്ഞാനം, അത് ജ്ഞാനത്തിൻ്റെ കുറവാണ് നമ്മൾ ഈ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം. വീട്ടിലെ വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യം ജ്ഞാനത്തിൻ്റെ കുറവാണ്. കുഞ്ഞുങ്ങൾ നല്ലവണ്ണം പഠിക്കാത്തതിൻ്റെ കാര്യം ജ്ഞാനത്തിൻ്റെ കുറവാണ്. ജ്ഞാനമുള്ളവനെ അതൊരു വലിയ സമ്പത്ത് തന്നെ, വലിയൊരു തന്നെ. താങ്ക് യു.